നമസ്കാരം. ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മൊബൈൽ ഫോണുകളുടെ താരിഫ് ഉയർത്തി. 2024 ജൂലൈ 3-ാം തീയതി മുതലാണ് മിക്കവാറും എല്ലാ കമ്പനികളും 3 കമ്പനികൾ ഇവിടെയുള്ള ടെലികോം മേഖലയിലെ 3 കമ്പനികളും താരിഫ് ഉയർത്തിയത്. അത് കഴിഞ്ഞപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ അംബാനിയെ പൂട്ടിക്കെട്ടുന്നതായിട്ടും BSNL മൊത്തം കസ്റ്റമേഴ്സിനെ തിരിച്ചെടുക്കുന്നതായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ കാണാനിടയായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അംബാനിയുടെ കച്ചവടം ഇതോടെ അവസാനിപ്പിക്കുമോ BSNL? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിൽ BSNL TCSുമായിട്ട്, ടാറ്റയുടെ കൺസൾട്ടൻസി കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അതോടുകൂടിയായപ്പോൾ പിന്നെ ഒരു കാരണവും വേണ്ട, BSNL എല്ലാത്തിനെയും അടച്ചു പൂട്ടിക്കും, ജിയോയെ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങിയിരിക്കുകയാണ് കുറെ കുട്ടികൾ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവരറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. BSNL എന്തുകൊണ്ടാണ് ഈ ലെവലിലായതെന്ന് അവർക്ക് ആകെ അറിയാവുന്നത് അവർക്ക് സേവനം നൽകുന്നതിലുള്ള കുറവ് കൊണ്ടാണെന്ന് മാത്രമാണ്. അല്ലെങ്കിൽ 4Gയോ 5Gയോ ഒന്നും നൽകാൻ പറ്റാതെ പോയതുകൊണ്ട് ആണ് എന്നൊക്കെയാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BSNL എങ്ങനെയാണ് ഇങ്ങനെയായതെന്ന് അറിയണമെങ്കിൽ കുറച്ച് പുറകിലോട്ട് പോകണം. 2014 മുമ്പ് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അതായത് മോഡിയൊക്കെ ഭരണത്തിന് വരുന്നതിന് മുമ്പ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴാണ് BSNL എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. BSNL ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അതിനെ സംരക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറേ ആളുകൾ, മലയാളികളായിട്ടുള്ള കുറേ ആളുകൾ ഇറങ്ങും. ഈ ഇവിടെയുള്ള പാവപ്പെട്ടവർക്കെല്ലാം തിന്നാനും കുടിക്കാനും കൊടുക്കുന്നത് BSNL ആണല്ലോ, അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണല്ലോ. BSNLന് കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടികളുടെ അസറ്റ് ഉണ്ട്. എന്തിനാത്? ഇവിടെ കിടക്കുന്ന പട്ടിണിപ്പാവങ്ങൾക്കോ അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്ന ഒരു മനുഷ്യനോ കിടക്കാൻ പറ്റാത്ത ആ അസറ്റ് കണ്ട് ഇവിടുത്തെ ആളുകൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? റിലയൻസ് എന്താണ് കൊടുത്തത്? റിലയൻസ് എന്താണ് തട്ടിപ്പറിച്ചത്? ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇവര്? ഇപ്പൊ താരിഫ് ഉയർത്തി എന്ന് പറയുന്നു. 2016 ജിയോ വരുന്ന കയറി കളി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു മാസത്തേക്ക് 28 ദിവസത്തേക്ക് 1 GB ഡേറ്റയ്ക്കും വേണ്ടി ഐഡിയക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 328 രൂപയാണ്. 1 GB ഡേറ്റ ഒരു മാസം ഉപയോഗിക്കാൻ, അതായത് 28 ദിവസം ഉപയോഗിക്കാൻ 328 രൂപ കൊടുത്താണ് ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എത്ര രൂപയാക്കിയിട്ടാണ് കുറച്ച് തന്നത് റിലയൻസ് വന്നപ്പോൾ? എന്തേ BSNL ഇവിടെ ഇല്ലായിരുന്നോ? BSNL ഇതിനു മുമ്പ് എത്രയോ കാലങ്ങളായി ഇവിടെയുള്ള ഒരു സർവീസ് പ്രൊവൈഡറാണ്. ജനത്തിന്റെ കാശ് വാങ്ങിച്ച്, ഡെപ്പോസിറ്റ് വാങ്ങിച്ചിടുക, ഫോണിന് വാടക വാങ്ങിക്കുക, അവൻ വാങ്ങിച്ചിരിക്കുന്ന ഫോണിന് വാടക വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ലാഭത്തിലായി കിടന്ന ഒരു കമ്പനിയാണത്. വേറെ ആരും കളിക്കാനില്ലാതിരുന്നാൽ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. രാജാക്കന്മാരുടെ ഭരണകാലത്തും വേറെ രാജാവില്ലല്ലോ, അവർ രാജാവ് പറയുന്നത് കേൾക്കല്ലാതെ വേറെ വഴിയില്ല. ഞാൻ BSNLലെ ഒരു ലാൻഡ് ലൈൻ കണക്ഷന് വേണ്ടി കേസിനൊക്കെ പോയ ആളാണ്. കൺസ്യൂമർ കോടതിയിൽ, എറണാകുളം കൺസ്യൂമർ കോടതിയിൽ എനിക്ക് വിധിയായി, എനിക്ക് കണക്ഷൻ തരാൻ പറഞ്ഞു. അപ്പോഴവരെന്ത് ചെയ്തു? അവർ അതിന് മുകളിലുള്ള അതോറിറ്റിയിൽ അപ്പീലിന് പോയി. എന്നുവെച്ചാൽ ഒരു കസ്റ്റമറെ അവരെങ്ങനെ കാണുന്നു എന്ന് ഏകദേശം എനിക്ക് അപ്പോഴേക്കും ഒരു ധാരണയായിരുന്നു. അതെനിക്ക് അനുകൂലമായിട്ടും മറ്റും മുകളിലെ കോടതി വിധിച്ചു. അതാണ് BSNL. ഇന്നും BSNLലെ ജീവനക്കാരുടെ മനോഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. ഇനി എത്ര കാലം കഴിഞ്ഞാലും അതിന് അംബാനിയല്ല, എയർടെല്ലിനെയോ ഐഡിയനെയോ ഒന്നും കവച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള ആളുകൾ അതിനകത്ത് ബോധമുള്ള ആളുകളല്ല ഇരിക്കുന്നത്. അതിനകത്തിരിക്കുന്ന ആളുകൾ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയാണ്
പണി ചെയ്തത്. നമ്മളുടെ ദയാനിധി മാരൻ വീട്ടിലൊരു BSNL എക്സ്ചേഞ്ച് അങ്ങ് പണിതു മന്ത്രിയായിരുന്ന സമയത്ത്. മൻമോഹൻ സിംഗിന്റെ വിപ്ലവകരമായ മന്ത്രിസഭയിൽ ഇരുന്ന ആളാണ് ദയാനിധി മാരൻ. അയാളുടെ വീട്ടിലൊരു എക്സ്ചേഞ്ച് അങ്ങ് പണിതു BSNL. അവിടെ അതിന് ഉദ്യോഗസ്ഥരുണ്ട് ഇതിങ്ങനെയൊക്കെ പണിതു കൊടുക്കാൻ. അതാണ് BSNLന്റെ കഴിവ് എന്ന് പറയുന്നത്. എനിക്കൊരു കണക്ഷൻ തരുന്നതിന് അവർ പറഞ്ഞ ഒരുപാട് ന്യായങ്ങളുണ്ട് തരാതിരിക്കുന്നതിന്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി BSNL എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഇവിടെ നിലനിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഒരു പൗരനും യാതൊരു ഗുണവും കിട്ടുകയില്ല. ഈ എറണാകുളം ടൗണിൽ ജീവിക്കുന്ന ഞാനും ഇവിടെ തുടങ്ങി ഒരുപാട് ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ലാൻഡ് ലൈൻ കണക്ഷൻ ഞാൻ അവിടെ സറണ്ടർ ചെയ്തു. കാരണം അത് ആവശ്യമില്ല, വെറുതെ എന്തിനാ കാശ് കൊടുക്കുന്നതെന്ന് എഴുതിയിട്ട് തന്നെ ഞാൻ സറണ്ടർ ചെയ്ത ആളാണ്. BSNLന്റെ ഒരു മൊബൈൽ ഫോൺ, ഒരു സിം ഉണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ സാധാരണ ഒരു ഫോൺ ഒന്നോ രണ്ടോ ഫോൺ കോളുകൾ മാത്രം കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അത്യാവശ്യത്തിന് വിളിക്കേണ്ട ആളുകൾ, അവർക്ക് വിളിക്കാനേ BSNL ഒക്കെ മതി. ഒരു പേയ്മെന്റ് നടത്തുക, UPI പേയ്മെന്റുകളുണ്ടല്ലോ, ഒരു കടയിൽ ചെന്ന് പേയ്മെന്റ് നടത്താൻ നോക്കുമ്പോൾ BSNL ആണെങ്കിലോ ഉടനെ പുറത്തു പോകണം. പുറത്തു പോയാലേ റേഞ്ച് കിട്ടുകയുള്ളൂ. ജിയോ ഒക്കെ ഉപയോഗിച്ച് പരിശീലിച്ച ഒരുത്തനെങ്കിലും BSNL ചെന്നിട്ട് അവിടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നും BSNLന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഈ കേരളത്തിലെ, ഇവിടെ ഈ എറണാകുളത്ത് പോലും എനിക്ക് വീട്ടിലിരുന്നാൽ ഒരു കോൾ വരുമ്പോൾ പുറത്തിറങ്ങി ചെല്ലണം, എന്നാലാണ് ഇപ്പോഴും അതൊന്ന് കിട്ടുകയുള്ളൂ. ഈ അവസ്ഥയിൽ എത്ര പേര് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? BSNLന് ഒരുപാട് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഒരു 10 പൈസയുടെ ഒരു സേവനം ഈ ഇന്ത്യ രാജ്യത്തെ ഒരു ജനത്തിന് പോലും അവർ നൽകിയിട്ടില്ല. അവർ നൽകുന്ന സേവനത്തിന് അതിനേക്കാൾ കൂടുതൽ കുത്തിപ്പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം ഡെപ്പോസിറ്റ് വാങ്ങിക്കുക, മുൻകൂർ ഡെപ്പോസിറ്റ് വാങ്ങിക്കുക, ഫോണിന് വാടക ഈടാക്കുക, വാടക ഒന്നുമില്ലാത്ത 250 രൂപ മാസാമാസം ഈടാക്കുക. ഇതെങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലാഭത്തിലാവാൻ ഏത് കമ്പനിക്കും ആവും. ബിസിനസ് ചെയ്യാൻ പഠിക്കണം. ബിസിനസ്സായിട്ട് കണ്ട് അതിനനുസരിച്ച് ക്യാഷ് ഉണ്ടാവണം. അതറിഞ്ഞുകൂടാത്തവരാണ് BSNLിലുള്ളത്. അറിഞ്ഞുകൂടാത്തവരല്ല, പക്ഷെ അത് ചെയ്യാൻ മടിക്കുന്നവരാണ്. കാരണം പണി ചെയ്യാനല്ല അവർ പഠിക്കുന്നത്, അവർ മറ്റുള്ളവരെ സഹായിച്ച് പോക്കറ്റിൽ വീർപ്പിക്കാൻ നോക്കും. വേറെ കമ്പനികൾ വരുന്നുണ്ടെങ്കിൽ ജിയോയെയൊക്കെ സഹായിക്കാൻ ഇതിനകത്ത് ഈ BSNLിലെ ആളുകളുണ്ടാവും. ജിയോയുടെ റേഞ്ച് എന്താണെന്ന് BSNLുകാർ ഇനി എത്ര കാലം കഴിഞ്ഞാലാണെന്ന് പഠിച്ചു വരിക. ഇതൊന്നും അറിയാതെ കുറച്ചു പേർ BSNL ഇപ്പോൾ ജിയോയിനെ പൂട്ടിക്കെട്ടും, അംബാനിയെ മലർത്തിയടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് തമാശ തോന്നുന്നത്. 70,000 പേര് 2 മാസം കൊണ്ടെങ്ങാണ്ട് മാറിയെന്ന് കേരളത്തിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞാലും ജിയോയുടെ കോടികൾ 48 കോടിയിൽ പരം കസ്റ്റമേഴ്സ് ഉള്ള ജിയോയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ജിയോയുടെ സേവനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ BSNLന്റെ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആരും BSNLിലേക്ക് തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്ര മഹത്തരമായ സേവനങ്ങളാണ് അവർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേൾക്കുന്നതെല്ലാം കേട്ട് നിങ്ങൾ BSNLിലേക്ക് മാറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ തന്നെ പരിചയപ്പെടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ലത് വരട്ടെ, BSNL നന്നായി വരട്ടെ, ജിയോയും നന്നായി വരട്ടെ. താങ്ക് യു.